ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സാംസ്കാരിക പൈതൃകവും ജനാധിപത്യ മൂല്യങ്ങളുമാണ് ഇന്ത്യ മംഗോളിയ ബന്ധത്തിന്റെ അടിത്തറയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രചാരണത്തിന് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. രാജസ്ഥാനിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 20 മരണം. ദുരന്തത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. തിരുവനന്തപുരം CSIR NIIST സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഇന്ന്. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് മുഖ്യാതിഥിയാകും. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഏകദിന ലോകകപ്പിലെ ശ്രീലങ്ക ന്യൂസിലൻഡ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. സാംസ്കാരിക പൈതൃകവും ജനാധിപത്യ മൂല്യങ്ങളുമാണ് ഇന്ത്യ മംഗോളിയ ബന്ധത്തിന്റെ അടിത്തറയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മംഗോളിയ പ്രസിഡന്റ് ഖുറേൽസുഖ് ഉഖ്നെയെയും പ്രതിനിധി സംഘത്തെയും രാഷ്ട്രപതി ഭവനിൽ സ്വാഗതം ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. മംഗോളിയയുമായുള്ള വികസനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രാജ്യം പ്രഥമ പരിഗണനയാണ് നൽകുന്നത്. മംഗോളിയയിൽ ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രചാരണത്തിന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. പാർട്ടിയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി അദ്ദേഹം ഇന്ന് സംവദിക്കും. മേരാ ബൂത്ത് സബ്സെ മജ്ബൂത്ത് എന്ന പ്രചാരണത്തോടനുബന്ധിച്ചാണ് പരിപാടി. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടങ്ങളിലായി അടുത്ത മാസം 6-നും 11-നുമാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നു. 71 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക BJP പുറത്തിറക്കി. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി, വിജയ് സിൻഹ എന്നിവർ യഥാക്രമം താരാപൂർ, ലഖിസാരായ് എന്നിവിടങ്ങളിൽ നിന്നും മത്സരിക്കും. CPI-ML ലിബറേഷനും 18 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. രാജസ്ഥാനിൽ AC സ്ലീപ്പർ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 20 പേർ മരിച്ചു. ജയ്സാൽമീർ ജോധ്പൂർ ഹൈവേയിൽ ഇന്നലെയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. അപകട സമയത്ത് 50-ലധികം പേർ ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റ 15 യാത്രക്കാരിൽ പലർക്കും 70% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരും ദുരന്തത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഏറ്റവും വലിയ നിർമ്മിത ബുദ്ധി ഹബ്ബ് സ്ഥാപിക്കുമെന്ന് ഗൂഗിൾ. അടുത്ത 5 വർഷത്തേക്ക് $15 ബില്യൺ നിക്ഷേപമാണ് ഇതിനായി നടത്തുന്നത്. അമേരിക്കയ്ക്ക് പുറത്ത് ഗൂഗിൾ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ AI ഹബ്ബായിരിക്കും ഇത്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ഭാരത് AI ശക്തി പരിപാടിയിലായിരുന്നു ഗൂഗിളിന്റെ പ്രഖ്യാപനം. AI ഹബ്ബ് ആരംഭിക്കാനുള്ള ഗൂഗിളിന്റെ തീരുമാനം രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ ഗൂഗിൾ പ്രഖ്യാപിച്ച AI ഹബ്ബ് ഇന്ത്യ AI മിഷന്റെ വളർച്ചയ്ക്ക് ഉത്തേജനമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് IT രംഗത്ത് പ്രവർത്തിക്കാൻ കഴിവുകൾ വികസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. We all know that AI is fundamentally changing the way the world moves today. Under such circumstances, there is a serious concern among a lot of IT professionals of what their jobs will be, where they would, how their lives will be impacted. So it's very important for all of us, especially the industry, to reskill and upskill our IT professionals in a major way. I would request Google to help the IT industry in that. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. പുതിയ സജ്ജീകരണം, അധിക തീരുവ, കാലതാമസം എന്നിവയില്ലാതെ US-ലെ വിലാസക്കാർക്ക് തപാൽ സേവനങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കുന്നത് ഉറപ്പാക്കുന്നുവെന്ന് വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവിനെ തുടർന്ന് US കസ്റ്റംസ് അവതരിപ്പിച്ച പുതിയ നിയന്ത്രണങ്ങൾ കാരണമാണ് US-ലേക്കുള്ള തപാൽ സേവനങ്ങൾ ഇന്ത്യ നിർത്തിവച്ചത്. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ബ്രസീൽ വൈസ് പ്രസിഡന്റ് ജെറാൾഡോ അൽക്മീനുമായും പ്രതിരോധ മന്ത്രി ഹോസെ മ്യൂസിയോ ഹിൽഹോയുമായും കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ വ്യാവസായിക രംഗത്തുള്ള സഹകരണവും പരസ്പര താൽപര്യമുള്ള മേഖലകളും ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച GST പരിഷ്കാരങ്ങൾ തെലങ്കാനയിലെ ഔഷധ നിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജമായി. 30 അർബുദ മരുന്നുകളുടെ നികുതി 12% നിന്ന് 0% കുറച്ചു. വ്യക്തിഗത മരുന്നുകൾക്ക് GST 5%.
പനീർ, ഇന്ത്യൻ ബ്രെഡുകൾ എന്നിവയുൾപ്പെടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 0%, വെണ്ണ, നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ്, അച്ചാറുകൾ തുടങ്ങിയവയ്ക്ക് 5%മായി GST കുറച്ചതിലൂടെ വിപണി വിലയിൽ 7% വരെ കുറവുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. നന്ദ്യാൽ ജില്ലയിലെ ശ്രീശൈലത്തുള്ള ശ്രീ ബ്രഹ്മരംഭ മല്ലികാർജ്ജുന സ്വാമി വാർല ദേവസ്ഥാനത്തിൽ അദ്ദേഹം ദർശനം നടത്തും. കർണൂലിൽ 13,430 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരത്തെ CSIR NIIST സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് മുഖ്യാതിഥിയാകും. ക്യാമ്പസിൽ നിർമ്മിച്ച സുവർണ ജൂബിലി ഇന്നൊവേഷൻ സെന്റർ, നോഡൽ ഹബ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ലബോറട്ടറി എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. NIIST ഡയറക്ടർ C. അനന്തരാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി നടപ്പാക്കിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ന്യൂഡൽഹിയിൽ നടന്ന UNTCC കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൈനിക കൃത്യത, നയതന്ത്ര ചടുലത, സാമ്പത്തിക സ്വാധീനം തുടങ്ങിയവയുടെ സംയോജനത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ സാധ്യമാക്കിയതെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. Precision strikes carried out on the night of the 9th and 10th of May. Now we hit 11 of their air bases. 8 air bases, 3 hangars and 4 radars were damaged. So we know for sure that one C-130 class of aircraft and one AEW, 4 to 5 fighter jets, and we now know that the world's longest ever ground-to-air kill at 300 kilometers plus. I think the impunity with which these attacks were carried out is what is significant. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കും. മധ്യ തെക്കൻ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി വരെ തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏകദിന ലോകകപ്പിലെ ശ്രീലങ്ക ന്യൂസിലാൻഡ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുത്ത ശേഷമാണ് മഴ മത്സരം മുടക്കിയത്. ന്യൂസിലാൻഡിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. ഇരു ടീമുകളും ഓരോ പോയിന്റ് പങ്കുവച്ചു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിക്കാണ് മത്സരം. മഡഗാസ്കറിൽ സൈനിക അട്ടിമറി. അധികാരം പിടിച്ചെടുക്കുന്നതായും ഭരണം സൈനിക കൌൺസിൽ ഏറ്റെടുത്തതായും കേണൽ മൈക്കൽ റാൻഡ്രിയ നിരിന പ്രഖ്യാപിച്ചു. പരമോന്നത കോടതി കേണൽ റാൻഡ്രിയ നിരിനയെ രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ ക്ഷണിച്ചു. വധശ്രമത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്ത് താൻ അഭയം പ്രാപിച്ചതായി പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആൻഡ്രി രജോലിന വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടതായി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. US തീരുവകളുടെ സ്വാധീനം മറികടന്ന് ഇന്ത്യയുടെ GDP കണക്കാക്കിയതിലും വേഗത്തിൽ വളരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. 2025-26 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.6% IMFന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US ചൈന വ്യാപാര യുദ്ധം ഉൽപാദന മേഖലയെ മന്ദഗതിയിലാക്കുമെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 94ാം ജന്മവാർഷിക ദിനം ഇന്ന്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും അബ്ദുൽ കലാം നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സാംസ്കാരിക പൈതൃകവും ജനാധിപത്യ മൂല്യങ്ങളുമാണ് ഇന്ത്യ മംഗോളിയ ബന്ധത്തിന്റെ അടിത്തറയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രചാരണത്തിന് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. രാജസ്ഥാനിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 20 മരണം. ദുരന്തത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. തിരുവനന്തപുരം CSIR NIIST സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഇന്ന്. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് മുഖ്യാതിഥിയാകും. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്ക ന്യൂസിലാൻഡ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.